ഫെബ്രുവരി 18-നായിരിക്കും തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ SIT ഈ ജാമ്യാപേക്ഷയെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. സൂര്യകാന്തി തുടരുന്നു. സൂര്യകാന്തി, വിശദാംശങ്ങൾ. തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്നലെയാണ് പ്രതിഭാഗം വാദം പൂർത്തിയായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് പ്രോസിക്യൂഷൻ വാദവും പൂർത്തിയായിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വിധി 18-ന് ഉണ്ടാകുമെന്നുള്ളതാണ്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് SIT റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ തെളിവുകൾ SIT കോടതിയിൽ ഹാജരാക്കി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ തന്നെ കോടതിയിൽ ഹാജരാക്കിയ SITയുടെ റിപ്പോർട്ടിൽ അത് തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് SIT റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ വാദം സമയത്ത് SIT കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബാംഗങ്ങളുടെ അടക്കം സാമ്പത്തിക സ്രോതസ്സിന്റെ കൂടുതൽ തെളിവുകൾ, വിശദമായിട്ടുള്ള തെളിവുകൾ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുന്നത്തുകളത്തിൽ ചിട്ടി ഫണ്ട്സ് എന്ന സ്ഥാപനത്തിൽ വൻ നിക്ഷേപം തന്ത്രിക്ക് ഉള്ളതായിട്ടുള്ള കണ്ടെത്തലാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും തന്ത്രിയുടെ പേരിൽ 2.5 കോടി രൂപയുടെ നിക്ഷേപവും ഉണ്ട് എന്നുള്ള SITയുടെ കണ്ടെത്തൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ പോറ്റിയുമായിട്ട് ഈ അടുത്തിടയ്ക്കൊന്നും അല്ലെങ്കിൽ കുറച്ച് നാളു മുമ്പുള്ള പരിചയമല്ല തന്ത്രിക്ക്. 2004 മുതൽ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ പോറ്റിയെ തന്ത്രി പരിചയപ്പെടുന്നത്. അങ്ങനെ 2004 മുതലുള്ള ബന്ധമുണ്ട്. നേരത്തെ തന്നെ പോറ്റിയും തന്ത്രിയുമായിട്ട് പണയിടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ രേഖാമൂലമുള്ള തെളിവുകൾ SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത് ഈ നടന്ന സംഭവങ്ങളിലൊക്കെ തന്നെ ഒരു മൗനാനുവാദം, തന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാം തന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നതിനപ്പുറം ഈ സാമ്പത്തികമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ കൂടി കോടതിയെ ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ആദായ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഇത്രയും നിക്ഷേപം തന്ത്രി കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളത്, ആരുമായിട്ടാണ് ഇവർ ഈ പണമിടപാട് നടത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ കണ്ടെത്തലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നടത്തേണ്ടതുണ്ട്. അത് വെച്ചുകൊണ്ട് തന്ത്രിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കാനുള്ള നീക്കങ്ങളാണ് ഇന്നിപ്പോൾ കോടതിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇതിപ്പോ ഈ നിക്ഷേപങ്ങൾ അതിൽ സംശയങ്ങളുണ്ടോ എന്നൊക്കെയുള്ള വാദങ്ങൾ SIT ഉയർത്തുന്നുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് തന്ത്രിയെ ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ എന്തെങ്കിലും ഉള്ളതായി SIT വ്യക്തമാക്കിയിട്ടുണ്ടോ കോടതിയിൽ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഒന്നാം പ്രതിയുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിലേക്ക് എത്താനുള്ള തെളിവുകളാണ് SIT ഈ ശേഖരിച്ചിരിക്കുന്നത്. അതുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ഈ സാമ്പത്തികവുമായിട്ടുള്ള ഇടപാടുകൾ, തന്ത്രിയുടേതായിട്ടുള്ള ഇടപാടുകളിലേക്കുള്ള അന്വേഷണം നീണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ആദായ നികുതി വെട്ടിപ്പ് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ്, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള പണമിടപാടിന് ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായിട്ടുള്ള ബന്ധം അത് 2004 മുതൽ ആരംഭിച്ചതാണ് എന്നടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കയറ്റുന്നതിനുള്ള കാര്യങ്ങളിൽ ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടെത്തലുകളാണ് SITയുടെ ഭാഗത്തു നിന്ന്, അന്വേഷണമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ ഇന്നിപ്പോൾ ഈ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. 18-ാം തീയതിയാണ് വിധി വരുന്നത്. ഇതിലും പ്രോസിക്യൂഷൻ വാദവും അതുപോലെ തന്നെ പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട് കഴിഞ്ഞ കോടതി 18-ാം തീയതി തന്ത്രിയുടെ കാര്യത്തിൽ ജാമ്യാപേക്ഷയിൽ വിധി പുറപ്പെടുവിക്കും. സൂര്യ, അതോടൊപ്പം തന്നെ എന്താണ് ഇതിൽ തന്ത്രിയുടെ വാദങ്ങൾ? ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇതിൽ നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഏതെങ്കിലും രീതിയിൽ അത് തെറ്റാണ് എന്ന രീതിയിൽ പറയുന്നതിന് എന്തെങ്കിലും തെളിവുകൾ നിരത്തിയുള്ള വാദങ്ങൾ തന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇത് വാദം മറയ്ക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ തന്ത്രി ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പ്രതിഭാഗത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തന്ത്രി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ
അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഇടപെടാൻ തന്ത്രിക്ക് അധികാരമില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാനും നിർദ്ദേശങ്ങൾ പറയാനും ഒക്കെയുള്ള അനുവാദം തന്ത്രിക്ക് ഉള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ ഉൾപ്പെടെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആ വാദം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു തരത്തിലും ഇടപെടാൻ തന്ത്രിക്ക് ഇല്ലാത്തിടത്തോളം കാലം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിൽ തന്ത്രി ഇടപെട്ടിട്ടില്ല എന്നുള്ള വാദം തന്നെയാണ് പ്രധാനമായിട്ടും പ്രതിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയുന്ന പ്രതിഭാഗത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത്. എന്തായാലും പ്രതിഭാഗത്തിന്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും വാദം ഇപ്പോൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിധി തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ വിധി കോടതി പറയുക അത് 18-ാം തീയതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.